मुझको बसाया, जब से अपना तुमने बनाया। तेरी यादों की पावन झील में बाबा, ഓം ശാന്തി. ബാബയുടെ ചരിതം കേൾക്കുന്നതിനോടൊപ്പം അബുവിൻ്റെ തീർത്ഥാടനവും ചെയ്യല്ലേ നമ്മൾ. പ്രത്യേകിച്ചും പാണ്ഡവ ഭവനത്തിൻ്റെ സ്ഥാപനയുടെ കാര്യം കേൾക്കുമ്പോൾ പാണ്ഡവ ഭവനത്തിലെ 4 ധാമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ. ഇന്നലെ ലാസ്റ്റ് കേട്ട പോയിൻ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മധുബൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമധുവിൻ്റെ രസാസ്വാദനം ചെയ്ത് വികാരങ്ങളുടെ ആ കയ്പ് രസത്തിൽ നിന്ന് കുട്ടികളെ മുക്തമാക്കി, മധുര സ്വഭാവമുള്ളവരാക്കി, ദേവതകൾക്ക് സമാനം മധുര സ്വഭാവമുള്ളതാക്കി മാറ്റുന്ന സ്ഥാനമാണിത്. അങ്ങനെയാണ് ബാബ മധുബൻ എന്ന പേരിട്ടത്. ഇന്ന് ഈ പാണ്ഡവ ഭവനം വിശ്വത്തിലെ രാവണരാജ്യത്തെ മായയുടെ വിഭിന്ന രൂപങ്ങളെ, മായയുടെ വിഭിന്ന രൂപങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മക്കളെ മായയെ തോൽപ്പിച്ച് കുട്ടികളെ രക്ഷിച്ച് ഈശ്വരീയ കാര്യം മുഴുവൻ വിശ്വത്തിൽ ഇത്ര തീവ്രഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡവ ഭവൻ അതിന് നിമിത്തമാണ്, മക്കളെ മായാജീത്താക്കി മാറ്റുന്നതിൽ. ഇസ് മധുബൻ തപോവൻ കാ വാതാവരൺ ഐസാ തോ അവ്യക്ത. എന്നിട്ട് ബാബ പറഞ്ഞിരുന്നു, ഈ മധുവനം തപോവനമായിരിക്കും, തപസ്യാഭൂമി. ഇവിടെ അവ്യക്ത അന്തരീക്ഷം, ശാന്തിപൂർണമായ ശുദ്ധമായ ആധ്യാത്മിക അന്തരീക്ഷം ഉണ്ടാക്കും. ജഹാ കുച്ച് ദിൻ രഹനെ സേ, ഈ പാണ്ഡവ ഭവനത്തിൽ കുറച്ച് ദിവസങ്ങൾ താമസിച്ചാലും മനുഷ്യന് പരമമായ ശാന്തി ഉണ്ടാക്കും. ഇതെല്ലാം ബ്രഹ്മബാബ ആ സമയത്തെ പറഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് താമസിക്കാൻ നമുക്ക് പാണ്ഡവ ഭവനിൽ പോകുമ്പോൾ സമയം കിട്ടാറില്ല അല്ലേ. 1 മണിക്കൂറോ 2 മണിക്കൂറോ പാണ്ഡവ ഭവനിൽ ചിലവാക്കുന്ന ആ സമയം പോലും നമ്മളെ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ പരമമായ ശാന്തിയുടെ അനുഭവം നൽകുന്നുണ്ട്. മധുബൻ പോയ മക്കളെല്ലാവരും അനുഭവികളാണല്ലോ. തഥാ ഉസ്കെ പുരുഷാരത് മേ തീവ്രത ആത്തി ഹെ, ശാന്തിയുടെയും പുരുഷാർത്ഥ മാർഗത്തിൽ തീവ്രതയും അനുഭവപ്പെടാറുണ്ട്. इस भवन को बनाने के कार्य में जो मिस्री और मजदूर लोग लगे हुए थे. അടുത്തത് മറ്റൊരു കാഴ്ച, മറ്റൊരു ആംഗിളിൽ പറയണം. ജഗദീഷ് ഭായ്, പാണ്ഡവ ഭവനത്തിൻ്റെ നിർമ്മാണ കാര്യത്തിന് വന്നിരുന്ന മേശ്രിമാർ, പണിക്കാർ, കൂലിവേലക്കാർ, ജ്ഞാനത്തിലില്ലാത്തവർ, വോ ബി ബാബ കെ സുമധുർ സുകോമൾ, അവർ പോലും ബ്രഹ്മബാബയുടെ മധുരമായ കോമളമായ പിതൃതുല്യമായ വ്യവഹാരത്തിൽ വളരെയധികം പ്രഭാവിതരായിരുന്നു. ബാബ പണിക്കാരെയും വിളിച്ചിരുന്നത് ബച്ചേ ബച്ചേ എന്നായിരുന്നു. അല്ലാതെ അവരെ പണിക്കാരായിട്ടല്ല ബാബ കണ്ടിരുന്നത്. കാരണം ബാബയ്ക്ക് അറിയാമല്ലോ, അതും ഭഗവാന്റെ മക്കളാണ്. അവർക്ക് ബാബ തണുപ്പ് സമയമാകുന്നതിന് മുമ്പ്, തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ തണുപ്പിനെ അതിജീവിക്കാനുള്ള ചൂട് വസ്ത്രങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നൽകുമായിരുന്നു. കൂലിപ്പണി കൂടാതെ, പണിക്കൂലി കൊടുക്കും, അത് കൂടാതെ അവർക്ക് ചൂട് വസ്ത്രങ്ങൾ കൊടുക്കും. പിന്നെ കൂലി കൂടാതെ അവർക്ക് ഇടയ്ക്ക് കുടിക്കാൻ ചായ, മോര്, എന്തെങ്കിലും സ്വീറ്റ്സ് ബാബ അവർക്ക് വേണ്ടി ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു. കൈ ബാർ ബാബാനെ ഉൻകേലിയെ കമ്പൽ
ഇടയ്ക്കിടയ്ക്ക് ബാബ അവർക്ക് തണുപ്പിന് പുതയ്ക്കാനുള്ള കമ്പിളികളും ചെരുപ്പുകളും ഷൂസും എല്ലാം കൊടുക്കുമായിരുന്നു. ജബ് കഭി ബാബ ബാഹർ ജാത്തെ തോ പാണ്ഡവ് ഭവൻ കെ, ഇനി ബാബ എപ്പോഴെങ്കിലും പാണ്ഡവ് ഭവൻ നിന്ന് മറ്റെവിടേക്കെങ്കിലും ബോംബെ വല്ലതും പോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ബാബ ഈ പണിക്കാർക്കെല്ലാം എന്തെങ്കിലും എക്സ്ട്രാ, ബാബ പോയി വരുന്നത് വരയ്ക്ക് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ പൈസ തന്നെ ബാബ ഗിഫ്റ്റ് പോലെ കൊടുക്കുമായിരുന്നു പണിക്കാർക്ക് പോകുന്നതിന് മുമ്പ്. ബാബാക്കു ദേഖ്തേ ഹി ഉൻ ലോഗോങ്കോ മൻ രൂപി, അതുകൊണ്ട് ആ പണിക്കാർക്കെല്ലാം ബാബയെ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സുകൾ മയിൽ പോലെ നൃത്തം ചെയ്യുമായിരുന്നു. ഉന്നെ ലഗ്ത കേ ധർത്തി കെ ദേവത ഹേ, അവർക്ക് തോന്നിയിരുന്നു ഭൂമിയിലെ ദേവതയാണ് ബാബ. വേ കർബത്ത് ഹോക്കർ ഭാവനാപൂർവക്, ബാബ യാത്ര പറയുന്ന സമയത്ത് എവിടേക്കെങ്കിലും അവർ തൊഴുകൈകളോടെ ഭാവനാപൂർണമായി ബാബയോട് നമസ്കാരം പറയുമായിരുന്നു. ബാബ ക ബഗീച്ച, ബാബ കൺസ്ട്രക്ഷനോടൊപ്പം തന്നെ പൂന്തോട്ടവും ഉള്ള സ്ഥലത്ത് നിറയെ പൂക്കൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു ബാബ, പൂക്കളും പഴച്ചെടികളും. ബാബ കോ ഫൂലോं का भी बहुत शौक था, ബാബയ്ക്ക് പൂക്കൾ വളരെയധികം ഇഷ്ടമായിരുന്നു. बाबा ने पांडव भवन के निर्माण में अन्य आवश्यकताओं को स्थान दिया, वहाँ इसके एक बड़े हिस्से में, ബാക്കി എല്ലാറ്റിനുമുള്ള പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൺസ്ട്രക്ഷൻ പ്ലാനിങ്ങിനോടൊപ്പം തന്നെ ബാബ കുറച്ച് സ്ഥലം പൂക്കളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൂന്തോട്ടത്തിനായി തയ്യാറാക്കിയിരുന്നു. അവിടെ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും ബാബ വച്ചിരുന്നു. ബാബ പറയുമായിരുന്നു, ഈ പൂന്തോട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ട്, അതുപോലെ പഴച്ചെടികളും ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കണം. സേവാ കേന്ദ്രങ്ങളിൽ നിന്ന് പവിത്ര ബനനെ അഥവാ സേവാ കർണേ വാലെ ജോ ബച്ചേ, പാവന ജീവിതം ജീവിക്കുന്ന സേവനത്തിനായി ഇവിടെ വരുന്ന കുട്ടികൾ, ഉനേ മേ അപ്നെ ഹാത്തും സേ, ബാബ പറയുമായിരുന്നു പല ഭാഗത്തു നിന്ന് ഇവിടെ വന്ന് ബാബയെ കാണാൻ സേവനം ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ബാബയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഇവിടെ ഈ ചെടികളിലുണ്ടാകുന്ന പഴങ്ങൾ ബാബയ്ക്ക് കൊടുക്കണം. അതുകൊണ്ടിവിടെ ഫലവൃക്ഷ തൈകൾ ഉണ്ടാകണം. അങ്ങനെ ബാബ ഫലങ്ങളും വെച്ച് പിടിപ്പിച്ചു. ഇസ് ബഗീച്ചെ മേ അനേക പ്രകാർ കെ ജോ ഫൂൽ ഹോംഗെ, ഈ പൂന്തോട്ടത്തിൽ വിരിയുന്ന പലതരത്തിലുള്ള പൂക്കൾ, വോ ജിസ് ആധ്യാത്മിക് രഹസ്യക്കെ, ഈ പൂക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ഇവിടെ വരുന്ന മക്കൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആധ്യാത്മികമായ ജീവിത രഹസ്യങ്ങൾ മനസ്സിലാക്കാനും ഈ പൂക്കൾ നിമിത്തമാക്കും. ഉസ്കാ ബോധ് ബി ബച്ചോങ്കോ കരാവുങ്ക, ഈ പൂക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ബാബ അവർക്ക് ആത്മീയ രഹസ്യങ്ങളെ പ്രതി ബോധ്യപ്പെടുത്തി കൊടുക്കും. മേരെ യേ ജ്ഞാൻ വത്സബി മാനവ രൂപമേ ഭൂൽ ഹി ഹേ, ബാബ പറയുമായിരുന്നു നിങ്ങൾ എൻ്റെ മക്കളെല്ലാം പൂക്കളാണ്, മനുഷ്യരൂപത്തിലുള്ള പൂക്കൾ. ശിവ് ബാബ റുഹാനി മാലി ഹേ, ശിവ് ബാബയാണ് ഈ പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ. ജോ വോ സഭീകോ ദേക്കർ, ബാബയ്ക്ക് തൻ്റെ മക്കളാകുന്ന പൂക്കളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകും. ഇസ് ജ്ഞാൻ കെ ബഗീച്ചെ മേ ബി കൊയ് തോ അഭി, ബാബ പറയുമായിരുന്നു ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിലും മക്കളാകുന്ന ഈ പൂന്തോട്ടത്തിൽ ചില കുട്ടികൾ ഇപ്പോഴും പൂമൊട്ട അവസ്ഥയിലാണ്, വിടർന്നിട്ടില്ല. ചില കുട്ടികൾ പൂക്കളായി വിരിഞ്ഞു. ഇസ്മേ കൊയ്ത്തോ സൂര്യമുഖി ഹേ, പൂക്കളിൽ തന്നെ വെറൈറ്റിയാണ്. ചിലർ സൂര്യകാന്തി പൂ പോലെയായിട്ട് മാറിയിട്ടുണ്ട്. और जिसका मन सदा ज्ञान सूर्य परमात्मा की ही ओर रहता है, ചില കുട്ടികൾ ജ്ഞാനസൂര്യനായ പരമാത്മാവിലേക്ക്, സൂര്യകാന്തി പൂവർത്ഥം
ജ്ഞാനസൂര്യനായ ബാബയിലേക്ക് മാത്രം മുഖം വെച്ചുകൊണ്ട് ബാബ പറയുന്നത് അല്ലേ, കേട്ട് മാത്രം ജീവിക്കുന്ന സൂര്യമുഖി സൂര്യകാന്തി പൂക്കളായ മക്കളും ഉണ്ട്. കൊയ് റുഹേ ഗുലാബ് ഹേ. പൂന്തോട്ടം എന്തിനാ ബാബ വെച്ച് പിടിപ്പിച്ചത്? ഓരോ പൂക്കളെയും കാണിച്ചിട്ട് അതിലൂടെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുമായിരുന്നു ബാബ. എന്നിട്ട് ബാബ പറയും, ചില കുട്ടികൾ ആത്മീയ റോസാ പൂക്കളാണ്. റോസിനെ കാണിച്ച് ബാബ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ജിസ്കി റൂഹ് മേ ദിവ്യ ഗുണോങ്കി സുഗന്ധ ഹേ. അതായത് ആരെയ റോസാപ്പൂ എന്ന് വിളിച്ചിരുന്നേ ബാബ? ഏത് കുട്ടികളാണോ ദിവ്യ ഗുണങ്ങളാൽ സുഗന്ധപൂരിതമായിരുന്നത്. ചില കുട്ടികൾ ചെമ്പകപ്പൂ പോലെയായിരുന്നു, ചിലർ മുല്ലപ്പൂവായിരുന്നു. സുഗന്ധം പരത്തിക്കൊണ്ടേയിരുന്നു. പവിത്രാത്മാക്കൾ. കിസി കി കലി ഗുലാബ് കി തരഹ ഇസ് ഈശ്വരീയ ബഗീച്ചെ കി ശോഭ ഹേ. ചില കുട്ടികൾ പൂമൊട്ടവസ്ഥയിലാണ്, ഈ പൂന്തോട്ടത്തിൻ്റെ ശോഭയായി നിലനിൽക്കുന്നു. ഇത് കൂടാതെ കൊയ്ത്ത് അബ് ഫൽ ബൻ ചുക്ക. ബാബ പറയും, ചില കുട്ടികൾ പഴങ്ങളായി മാറി. പഴങ്ങളായി അർത്ഥം എന്താ? ജിസ്മേ ജ്ഞാൻ രസ് ഭർ ഗയാ ഹേ, പരിപക്വ ഹോ ഗയാ ഹേ, ദൂസരോങ്കി സേവാമേ ലഗാ ഹുവാ ഹേ. ആരെയാണ് ബാബ പഴം എന്ന് പറഞ്ഞിരുന്നേ? ആരാണോ ജ്ഞാനത്തിൻ്റെ രസം സ്വന്തം ജീവിതത്തിൽ നിറച്ച് സ്പിരിച്വൽ മെച്യൂരിറ്റി, ആധ്യാത്മികമായ പരിപക്വത സ്വന്തം ജീവിതത്തിൽ ആർജിച്ചിട്ട് തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ സേവനങ്ങളിൽ മുഴുകുന്ന കുട്ടികൾ, അവരെ ബാബ എന്ത് പറഞ്ഞിരുന്നു? ഇവർ പഴങ്ങളാണ്, ഫ്രൂട്ട്സായി. ഇസ് പ്രകാർ ഏ ബഗീച്ച വി സേവാ കേന്ദ്രം സെ ആനേ വാലെ. ഇപ്രകാരം പൂന്തോട്ടത്തിൽ പൂക്കളെയും പൂമുട്ടുകളെയും പഴങ്ങളെയും എല്ലാം കാണിച്ചുകൊണ്ട് ബാബ പറയുമായിരുന്നു, ഈ പൂന്തോട്ടവും പല സേവാകേന്ദ്രങ്ങളിൽ നിന്ന് മധുബനിലെത്തുന്ന കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നതിന് നിമിത്തമായി ഈ പൂക്കളും പഴങ്ങളുമെല്ലാം മാറും. ഈ പൂന്തോട്ടവും സേവനം ചെയ്യുന്നവരായിരുന്നു ബാബ. ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ അത്ഭുതമല്ലേ? മധുബനത്തിൽ പണ്ഡോഭവനിലാകട്ടെ, നമ്മൾ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും ബാബയുടെ വീട്ടിൽ പൂക്കൾ, ശാന്തിവനത്തിൽ പൂക്കളേക്കാളും കൂടുതൽ ഫലവൃക്ഷങ്ങളാണ്. എത്ര മാവ, എത്ര മുരിങ്ങയ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും പൂക്കുമ്പോഴും എത്ര പഴം, എത്രയാണ് കായ്ഫലം ഉണ്ടാവണേ അല്ലേ? പിന്നെ പീസ് പാർക്കിൽ പോയി നോക്കിയാൽ പറയേ വേണ്ട, പൂക്കൾ എത്രയാണ്. പാണ്ഡവഭവനിൽ എത്ര സുന്ദരമാണ്. എപ്പം നമ്മൾ പോവുകയാണെങ്കിലും ബാബ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടിട്ടില്ലേ, ആ ബോഗൺവില്ല തന്നെ അത്ഭുതകരമായൊരു ബോഗൺവില്ലയാണത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇലയില്ലാതെ എപ്പോൾ നോക്കിയാലും, നമ്മൾ ഏത് സമയത്ത് മധുബനിൽ പോയാലും ഇത്രയും പഴക്കമാർന്ന ബോഗൺവില്ലയാണത്. ആ പൂ മാത്രമേ ഉള്ളൂ. പൂ കൊണ്ടൊരു ആർച്ച് ഉണ്ടാക്കിയതുപോലെ, ബലൂൺ കൊണ്ടൊക്കെ ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ആർച്ചുണ്ടാക്കുന്നത് പോലെ പൂ കൊണ്ട് ആർച്ചുണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെഡിറ്റേഷൻ ഹാളിൻ്റെ ഫ്രണ്ടിൽ ബാബ റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളതല്ലേ കാണണേ അല്ലേ? അപ്പോൾ ബാബ വീട്ടിൽ ബാബ പറയണേ, ഈ പൂക്കൾ പോലും, ഈ പൂന്തോട്ടം പോലും, ഇതെല്ലാം ബാബയുടെ മക്കളുടെ സേവയ്ക്ക് നിമിത്തമായി മാറും. ഇനി ഇതെല്ലാം കാണിച്ചുകൊണ്ട് ബാബ, അതാണ് ബ്രഹ്മബാബയുടെ അത്ഭുതകരമായ പേഴ്സണാലിറ്റി. ബാബ എല്ലാത്തിലും ജ്ഞാനം, യോഗം, ധാരണ, സേവനം, ഇതാണ് കണ്ടിരുന്നത് ഏത് വസ്തുവിലും. ഇനി ജഗദീഷ് ഭായി ആ ഒരു ആംഗിളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ബാബ ഓരോരോ വസ്തുക്കളിലും വ്യക്തികളിലും വൈഭവങ്ങളിലും എല്ലാം ജ്ഞാനം മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഒരു യോഗിയുടെ, മഹായോഗിയുടെ ദൃഷ്ടികോൺ നമുക്കിനി കാണിച്ചു തരികയാണ്. ആപ് കലി ഹോ, ഭൂൽ ഹോ യാ ഭൽ ഹോ. ബാബ ചോദിക്കുമായിരുന്നു, താങ്കൾ പൂമൊട്ടാണോ, പൂവായോ, അതോ പഴമായോ? പൂന്തോട്ടത്തിൻ്റെ വിവരണമൊക്കെ എന്തിനാ തന്നെ? ഇനി നമ്മൾ സ്വയം നോക്കാൻ പറയണം ബാബ. ഇന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വേണം ബാബയ്ക്ക് ഉറങ്ങുമ്പോൾ ചാർട്ടിൽ എഴുതി വയ്ക്കാൻ. ഞാൻ പൂമൊട്ടായാണോ, പൂവായി വിടർന്നു, പഴമായി മാറിയോ?
പൂവ് കായായി മാറി, അനേകർക്ക് യൂസ്ഫുൾ ഫ്രൂട്ടായി മാറി. कई बार बाबा आगंतुक व्यक्तियों को भल भेंट करके पूछते हैं, बताओ बच्चे. ബാബ കുട്ടികൾക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൂ കുട്ടിക്ക് കൊടുക്കും. കുട്ടികൾക്ക് ബാബ ഇടയ്ക്കിടയ്ക്ക് പൂന്തോട്ടത്തിൽ നിന്ന് പൂ പൊട്ടിച്ചിട്ട് വരാൻ പറയുമായിരുന്നു. മുരളി സമയത്ത് ബാബയുടെ ഗതിയുടെ അടുത്ത് പൂക്കൾ വയ്ക്കും. ബതാവോ ബച്ചേ അഭി ആപ്ക്ക്. ഇപ്പോഴും അതാണ് മധുബനിൽ, നമ്മൾ ശാന്തിവനിൽ കണ്ടിട്ടില്ലേ, ആരാണോ മുരളി വായിക്കാൻ വരുന്നത് അവർക്ക് പൂ കൊടുത്തിട്ടാണ് സ്വീകരിക്കുക. ഇത് ബാബയുടെ കാലഘട്ടത്തിലേ ഉള്ളതാണ്. ബാബ പറയും, കുട്ടികളെ അഭി ആപ് കലി ഹോ യാ ഭൂൽ ഹോ യാ ഫൽ ബൻ ചുക്കേ ഹോ. ഇനി നിങ്ങൾ പറയൂ മക്കളെ, നിങ്ങൾ കുട്ടികൾ പൂമൊട്ടാണോ പൂവാണോ പഴമായി മാറിയോ? ഈ ചോദ്യം നമ്മളും നമ്മളോട് ചോദിച്ച് ബാബയ്ക്ക് ഇന്നതിൻ്റെ ഉത്തരം എഴുതി വയ്ക്കണം. कोई तो बाबा की इस पहेली को समझ न पाता था. പക്ഷേ പലർക്കും ബാബ ചോദിക്കുന്ന ഈ ചോദ്യം, ഇത് എന്താണ് ബാബ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. ഈ ചോദ്യം എന്താണെന്ന്, ഇതിൻ്റെ അർത്ഥം. കിനിയും കൊത്ത് ഉൻകോ. പക്ഷേ ചില സേവാ കേന്ദ്രങ്ങളിൽ ഇൻചാർജ് സഹോദരിമാർ അവരെ സെൻറ്ററിൽ നിന്ന് മധുബനിലേക്ക് ബാബയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സൂചന കൊടുക്കുമായിരുന്നു. ബാബ ഇപ്രകാരമുള്ള ചില ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങളോട് ചോദിക്കും. അതിനുള്ള ഉത്തരം കൊടുക്കാൻ നിങ്ങൾ സ്വയം ചിന്തിച്ച് തയ്യാറായിട്ട് വേണം പോകാൻ. कभी बाबा ये भी पूछते कि बताओ बच्चे अभी आप में माया का कोई कांडा तो नहीं. ചില സമയത്ത് കുട്ടികളോട് ബാബ ചോദിക്കായിരുന്നു, പറയൂ കുട്ടികളെ, നിങ്ങളുടെ ഉള്ളിൽ മായയുടെ മുള്ളുകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. മായയുടെ മുള്ളെന്ന് പറഞ്ഞ് വികാരങ്ങളുടെ മുള്ളുകൾ കുട്ടികളിൽ ഇല്ലല്ലോ. कभी बाबा कहते कि हर एक सेवा केंद्र पर आने वाले यज्ञवत्स. ബാബ എന്നിട്ട് ചില സമയത്ത് പറയും, ഓരോ സേവാ കേന്ദ്രത്തിൽ നിന്നും വരുന്ന മക്കൾ നിങ്ങൾ മനുഷ്യരൂപത്തിലുള്ള പൂച്ചെണ്ടാണ്. ഒരു സെൻറ്ററിൽ നിന്ന് 10 കുട്ടികൾ അല്ലെങ്കിൽ 20 കുട്ടികൾ വരിക അർത്ഥം ബാബ പറയും, അല്ലെങ്കിൽ 100 കുട്ടികളായിക്കോട്ടെ, ഏത് സെൻറ്ററിൽ നിന്ന് മധുബനിൽ പോയാലും ബാബ പറയും, ആ സെൻറ്ററിൽ നിന്ന് ബാബയുടെ അടുത്തേക്ക് ബാബയ്ക്ക് സമർപ്പിച്ച പൂച്ചെണ്ടാണ്, മനുഷ്യരൂപത്തിലുള്ള പൂച്ചെണ്ട്. പൂച്ചെണ്ട് ഉണ്ടാക്കുമ്പോൾ ബൊക്കയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, വെറൈറ്റി പൂക്കളല്ലേ വയ്ക്കുക. പൂക്കളും പൂമൊട്ടും ഇലയും എല്ലാം ചേർത്ത് മനോഹരമായ പൂച്ചെണ്ട് തയ്യാറാക്കുക. അതേപോലെയാണ് എൻ്റെ മക്കൾ. ഒരു സെൻറ്ററിൽ നിന്ന് ബാബയുടെ അടുത്ത് എത്തുമ്പോൾ ബാബ പറയുമായിരുന്നു, ബൊക്കെ വന്നിരിക്കുകയാണ് ഇന്ന സെൻറ്ററിൽ നിന്ന്. ബച്ചെ ആപ്പസ് മേ ഗുൽദസ്ത ബൻകർ രഹ്ന. എന്നിട്ട് ബാബ പറയുമായിരുന്നു, മക്കളെ നിങ്ങളെപ്പോഴും ജീവിക്കേണ്ടത് പൂച്ചെണ്ടിലിരിക്കുന്ന പൂക്കൾ പോലെ ആയിരിക്കണം. അറേഞ്ച്ഡ് ആയിരിക്കുമല്ലോ, വെറൈറ്റിയാണ്, പക്ഷെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പനി അപ്പനി ഖുശ്ബു ഷോ ബാബാക്കു ദേത്തെ രഹന. എന്നിട്ട് ബാബ പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ ബാബയ്ക്ക് നിങ്ങളുടെ സുഗന്ധം നൽകണം. സുഗന്ധം. कई बार बाबा क्लास के अंत में थाली में फूल लाने के लिए. മിക്കപ്പോഴും ബാബ മുരളി അവസാനിക്കുമ്പോൾ ട്രെയിൽ പൂക്കൾ കൊണ്ടുവരാൻ പറയുമായിരുന്നു. और वाणी के अंत में मुस्कुराते हुए कहते कि अच्छा जिस वत्स की जैसी अवस्था हो कोई आकर उसे. എന്നിട്ട് ബാബ മുരളി തീരുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയും, ശരി, ഈ ട്രെയിലിരിക്കുന്ന പൂവിൽ നിന്ന് ഓരോ കുട്ടികളും വന്നിട്ട് അവരവരുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചുള്ള പൂവെടുക്കൂ പറയും. പൂമുട്ടാണോ പൂവാണോ, പൂവിൽ തന്നെ ഏത് വെറൈറ്റി പൂവാണ് ഞാൻ, അല്ലേ, അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് അവരവരിൽ എന്തൊക്കെ ദിവ്യ ഗുണങ്ങളുണ്ടോ അതിന് സമാനമായ പൂവ് നിങ്ങൾക്ക് തരും എന്ന് പറയും ബാബ. ഈശ്വർ സബ് ഹസ്പെടുത്തേ. ബാബ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ഉറക്കച്ചിരിക്കുമായിരുന്നു. और सबके मन में. പക്ഷേ അത് കേൾക്കുമ്പോൾ ബാബ ട്രെയിലിരിക്കുന്ന ഏത് പൂവ് എനിക്ക് തരും,
അപ്പോൾ എൻ്റെ ഉള്ളിൽ എങ്ങനെയുള്ള ഗുണങ്ങളുണ്ടോ ദിവ്യ ഗുണം, അതിനനുസരിച്ചുള്ള പൂവല്ലേ എനിക്ക് കിട്ടുക. അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ മധുരമായ രീതിയിൽ ബാബ ചിന്തനം ചെയ്യിപ്പിക്കും. എൻ്റെ അവസ്ഥ എന്താണ്? പൂവാണോ, പൂമൊട്ടാണോ, പഴമാണോ, മുള്ളുകൾ എന്തെങ്കിലും ഉണ്ടോ? वो चिंता सी हो जाती कि न जाने सबके सामने अब हमें कौन सा और कैसा फूल मिलेगा. ബാബ പറയണേ, എല്ലാവരുടെയും മുന്നിൽ എനിക്ക് എന്ത് പൂ കിട്ടും? ഇത്രയും പേരിയ്ക്കുകയല്ലേ. അപ്പോൾ ഏത് പൂവാണോ എനിക്ക് കിട്ടുന്നത്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എൻ്റെ അവസ്ഥ എന്താണെന്ന്. കുട്ടികളുടെ ഉള്ളിൽ ചിലർക്ക് ഈ ചിന്ത വരും, അയ്യോ ബാബ മുന്നിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെയുള്ളത്, കാരണം എൻ്റെ കുറവെന്താണോ അതിനനുസരിച്ചുള്ളത് അവിടെ പോകുമ്പോൾ കിട്ടിയാലോ. പക്ഷേ ബാബ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും കുട്ടികളുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള പൂ നിങ്ങളുടെ കയ്യിൽ തരും എന്ന് ബാബ പറഞ്ഞ് ചിരിപ്പിച്ചിട്ട് ബാബ അത് ചിരിക്കാൻ വേണ്ടി മാത്രം, ചിന്തിപ്പിക്കാനും ചിരിക്കാനും വേണ്ടി മാത്രമാണ് ബാബ ഇത് പറഞ്ഞിരുന്നത്. എന്തിനു വേണ്ടി? കുട്ടികൾ ചിരിച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കാനുള്ളൊരു സൂചന കൊടുത്തിരുന്നു. പക്ഷേ ബാബ സർവരുടെയും മുന്നിൽ ഒരിക്കലും ഏത് കുട്ടിയിൽ എന്ത് കുറവുണ്ടോ അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ ബാബ പൂ കൊടുത്ത് അപമാനിച്ചിരുന്നില്ല. ഈ കുട്ടിയിൽ ഈ കുറവുണ്ട്, അതുകൊണ്ട് ആ കുറവിന് യോജിക്കുന്ന ഈ പൂവ് കൊടുക്കുകയാണ്. ഇപ്രകാരം സഭയിൽ എല്ലാവരുടെയും മുന്നിൽ ബാബ പറയുന്ന ഒരിക്കലും കുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ ബാബ ചെയ്യുമായിരുന്നില്ല. കാരണം ബാബ സബ്കോ സമാൻ ദേതേ ഥേ. ഏത് കുട്ടിയാണെങ്കിലും ബാബ എല്ലാവരുടെയും മുന്നിൽ കുട്ടികൾക്ക് ബഹുമാനമാണ് നൽകിയിരുന്നത്. വേ ഭല ഭരി സഭാമേ കിസി കോ ഐസാ സുഗന്ധഹീൻ. കുട്ടികളിൽ ഏത് കുറവുള്ള കുട്ടി മുന്നിൽ വന്നാലും മണമില്ലാത്ത പൂവോ ചെറിയ പൂവോ എന്തെങ്കിലും കൊടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ബാബ ആ കുട്ടിയുടെ ദുർബലതയെ കാണിച്ചു കൊടുത്തിരുന്നില്ല. ജിസ് പ്രകാർ കിസിക്ക് ഖുഷി കം ഹോ ജായേ. കാരണം അങ്ങനെ ബാബ ചെയ്ത കുട്ടികളുടെ സന്തോഷം തന്നെ പോവില്ലേ. ബാബ പറഞ്ഞിരുന്നെങ്കിലും ബാബ അങ്ങനെ ചെയ്തിരുന്നില്ല. കാരണം ബാബ തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും അത്ര തന്നെ ബഹുമാനം നൽകിയിരുന്നു. പക്ഷേ അല്ല, സൂചനകൾ ബാബ തരുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ മുഖ്യ സൂചന കിട്ടിയില്ലേ? ഏതാ സൂചന? ഓർമ്മയുണ്ടോ? ഇന്നത്തെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ബാബ, എന്നിൽ എന്തെങ്കിലും മുള്ളുണ്ടോ? പൂമൊട്ട അവസ്ഥയാണോ? പൂവായി വിടർന്നു? സ്പിരിച്വൽ മെച്യൂരിറ്റിയുള്ള പഴമായി തീർന്നു അല്ലേ? സ്വയം ബാബയുടെ ജ്ഞാനത്തെ ജീവിതത്തിൽ സ്വാംശീകരിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും അല്ലേ അഭിമുഖീകരിക്കാനുള്ള പരിപക്വതയും ഒപ്പം മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്ന തരത്തിൽ പഴമായി ഞാൻ മാറിയോ? അനേകർക്ക് ഉപയോഗപ്രദമായി മാറിയോ? പഴതല്ലേ? പഴം ഒരു മരവും അതിൻ്റെ പഴം സ്വയം കഴിക്കാറില്ലല്ലോ. പഴം മറ്റുള്ളവർക്ക് സേവ ചെയ്യല്ലേ ചെയ്യുക. അതാണ് ബാബ ഇന്ന് നമുക്ക് വിശേഷ ചെക്കിങ്ങിനുള്ള പോയിൻ്റ് തന്നിരിക്കുന്നത്. ഇനി മധുബനിൽ ബാബ അടുത്ത് നമുക്ക് നാളെ കേൾക്കാം. മധുബനിൽ മുന്തിരി വള്ളി വെച്ച് പിടിപ്പിച്ചതിനെക്കുറിച്ച്. ഇതെല്ലാം ബാബ ഉള്ളപ്പോഴേ തുടങ്ങിയതാണ്. നാളെ കേൾക്കാം. ഇന്ന് കിട്ടിയ ആത്മനിരീക്ഷണത്തിന് കിട്ടിയ പോയിൻ്റ്, മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ബാബയുടെ മുന്നിൽ സമർപ്പിച്ച് നമ്മുടെ ചെക്കിങ്ങും ചേഞ്ചും ചെയ്യാം. ബാഗ്ദാദിയിൽ നിന്ന് പരിവർത്തനത്തിനുള്ള ശക്തിയും എടുക്കും.
ओम शांति। तेरी यादों के पावन झील में बाबा मन कमल मुस्काया। तेरी यादों के पावन झील में बाबा मन कमल मुस्काया। सारा जग अपना सा लगे, सारा जग अपना सा लगे, जब से अपना तुमने बनाया। तेरी यादों के पावन झील में बाबा खुशियों से भर दिया है दामन, क्या कम है उपकार तेरा। तूने जीवन नया दिया मुझको, रग रग समाया प्यार तेरा। दिल के दर्पण में बाबा तुझको बसाया, जब से अपना